എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സെറാക്കയും നമ്മുടെ ഹീറോ ഇച്ചിഗോയും അവർ രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫൈറ്റ് അങ്ങനെ വേറെ ലെവലിലെത്തുമ്പോൾ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ആ ഒരു സ്ക്വാഡ് കറക്കി അച്ചറം പൊച്ചറം സെറാക്കയെ ആഞ്ഞു വെട്ടും. സെറാക്ക ആണെങ്കിൽ ആ അറ്റാക്കിൽ പെട്ട് അങ്ങനെ അടിച്ച് താഴേക്ക് വീഴും. അധികം വൈകാതെ നമ്മുടെ ഹീറോയും അങ്ങനെ തളർന്ന് താഴെ വീഴുകയാണ്. സെറാക്ക ആണെങ്കിൽ കണ്ണു തുറന്ന് പതിയെ എഴുന്നേറ്റ് നിൽക്കും. അതിനുശേഷം ഹീറോയെ നോക്കി ചിരിച്ച്, ഈ ഒരു ഫൈറ്റില് ഞാൻ ആദ്യമായിട്ട് തോറ്റു. എന്നെ നീ ഈ ഫൈറ്റിൽ തോൽപ്പിച്ചു. ഞാൻ ഇത്രയും കാലവും കരുതിയത് എന്നെ കഴിഞ്ഞും പവറുള്ള ആരും ഈ ലോകത്തില്ല എന്നാണ്. എന്നെ ആർക്കും തോൽപ്പിക്കാനായിട്ട് പറ്റില്ല എന്നായിരുന്നു. പക്ഷേ എന്റെ അഹങ്കാരം അത് നീ മാറ്റി. നീ എന്നെ തോൽപ്പിച്ചു. നിന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം അതാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞ് സെറാക്കയാണെങ്കിൽ വീണ്ടും ഇപ്പൊ താഴേക്ക് വീണ് അവന്റെ ബോധം നശിക്കും. ഈ ഫൈറ്റ് എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മുടെ പിങ്ക് പെണ്ണ് അവളാണെങ്കിൽ താഴേക്ക് വരും. അതിനുശേഷം അവൾ ഹീറോയോട് പറയും, താങ്ക് യു വെരി മച്ച്. എന്റെ മാസ്റ്ററിന് ഇത്രയും കാലവും വലിയ അഹങ്കാരമായിരുന്നു. മാസ്റ്ററിന്റെ അഹങ്കാരം നീ തീർത്തു കൊടുത്തു. മാത്രമല്ല വളരെ മാന്യമായിട്ടുള്ള ഫൈറ്റിലൂടെ നീ മാസ്റ്ററിനെ തോൽപ്പിച്ചു. സത്യത്തിൽ നിന്റെ ഫൈറ്റൊക്കെ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഹീറോയെ അങ്ങനെ പുകഴ്ത്തുകയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ പിങ്ക് പെണ്ണ് ഇപ്പൊ നമ്മുടെ ഹീറോയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് സെറാക്കയെ അങ്ങനെ തൂക്കി തോളിലിട്ട് അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ റുക്കിയെ കാണിക്കും. അവളാണെങ്കിൽ ആ ഒരു സെല്ലില് ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവളുടെ ബോഡിയിൽ ബാക്കി ഉണ്ടായിരുന്ന കുറേശ്ശെ പവർ അതൊക്കെ ഉപയോഗിച്ച് സെറാക്കയുടെയും ഇച്ചിഗോയുടെയും ആ ഫൈറ്റ് അതങ്ങനെ സെൻസ് ചെയ്ത് അവളുടെ മനസ്സിൽ കാണും. അത് എത്രത്തോളം വലിയൊരു ഫൈറ്റ് ആയിരുന്നെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. ഇച്ചിഗോയ്ക്കും അവരുടെ ഫ്രണ്ട്സിനും അവളോടുള്ള സ്നേഹം അത് വളരെ കൂടുതലാണെന്ന് റുക്കിയെ മനസ്സിലാക്കി കഴിഞ്ഞു. അല്പസമയം കഴിയുമ്പോൾ റുക്കിയയ്ക്കാണെങ്കിൽ അവരുടെ സ്പിരിച്വൽ പവർ അത് കിട്ടില്ല. എന്ത് സംഭവിച്ചു ഫൈറ്റില്? ഇച്ചിഗോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിച്ച് അവളാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ ഇച്ചിഗോ അവനാണെങ്കിൽ ചോരയിൽ കുളിച്ച് ആ ഒരു പിറ്റിലെങ്ങനെ വീണ് കിടക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ പൂച്ച അതിപ്പോ അവിടേക്ക് വരും. പൂച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവന് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് കഴിയില്ല ആ സെറാക്കയെ ഹീറോ തോൽപ്പിച്ചെന്ന്. സെറാക്കയുടെ പവർ അത് ഈ പൂച്ചയ്ക്ക് നന്നായിട്ട് അറിയാം. സോ അത്രയും പവറുള്ള ഒരാളെ ഇച്ചിഗോയ്ക്ക് അവനെ കൊണ്ട് എങ്ങനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു ചിന്തിച്ച് അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയി വണ്ടടിച്ച് ഹീറോയെ തന്നെ നോക്കും. പൂച്ചയാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഹീറോയുടെ അടുത്തേക്ക് വരും. എത്രയും വേഗം അവനെ ഹീൽ ചെയ്യണം, അല്ലെങ്കിൽ ഹീറോയ്ക്ക് അവന്റെ ജീവൻ തന്നെ ഒരുപക്ഷെ നഷ്ടമായേക്കാന്ന് പറഞ്ഞ് പൂച്ചയാണെങ്കിൽ അതിന്റെ റിയൽ ഫോമിലേക്ക് വന്ന് ഹീറോയെ സേവ് ചെയ്യും. മറ്റൊരു ഭാഗത്ത് ആ പിങ്ക് പെണ്ണ് അവളാണെങ്കിൽ സെറാക്കയെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനുശേഷം അവളുടെ ഫൈറ്റിനെ കുറിച്ചും ഇച്ചിഗോയുടെ ഫൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചും അവൾ വാ തോരാതെ സെറാക്കയോട് പറയും. സെറാക്കയാണെങ്കിൽ അവളോട് ചോദിക്കും, ഇച്ചിഗോ അവൻ എവിടെ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ ഓക്കെ അല്ലേ? അതിനവള് പറയും, അവന് കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും ആരെങ്കിലും വന്ന് അവനെ സേവ് ചെയ്യാതിരിക്കില്ല. സെറാക്കയാണെങ്കിൽ അത് കേട്ട് അങ്ങനെ ചിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അവൾ അവനോട് ചോദിക്കും, മാസ്റ്റർ സെറാക്കി, നിങ്ങൾ ഭയങ്കര പവർഫുൾ അല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയാഞ്ഞേ? നിങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ഫൈറ്റ് ചെയ്തത്. പക്ഷേ അവസാന നിമിഷം ഇച്ചിഗോയുടെ മുൻപിൽ നിങ്ങൾ തോറ്റുപോയി. അത് കേട്ട് സെറാക്കയാണെങ്കിൽ പൊട്ടിച്ചിരിക്കും. ആക്ച്വലി സെറാക്കി അവൻ അഡോപ്റ്റ് ചെയ്തതാണ് ഈ പിങ്ക് മുടി പെണ്ണിനെ. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ വലിയൊരു കാട്. അവിടെ സെറാക്കയാണെങ്കിൽ ഒരുപാട് പേരെ അങ്ങനെ വെട്ടിക്കൊന്നിട്ടിരിക്കുകയാണ്. അവരുടെ ഇടയിലൂടെ നമ്മുടെ പിങ്ക് പെണ്ണ് കുറച്ച് പേടിച്ച് പെരണ്ടൊക്കെ നടന്നു വരികയാണ്. സെറാക്കയാണെങ്കിൽ ആ പിങ്ക് പെണ്ണിനെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് അവളെ തന്നെ നോക്കും. ആ കുഞ്ഞു പെണ്ണ് പിങ്ക് ആണെങ്കിൽ ഇപ്പൊ സെറാക്കയെ നോക്കി ചിരിക്കുകയാണ്. അത് കാണുമ്പോ സെറാക്കിക്കാണെങ്കിൽ അവളോട് കുറച്ച് ഇഷ്ടമൊക്കെ തോന്നും. അങ്ങനെ അവിടെ വെച്ച് സെറാക്കിയാണെങ്കിൽ അവളെ അഡോപ്റ്റ് ചെയ്യും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ സെറാക്കി അവന്റെ സമ്പത്തു അതവന്റെ മുഖത്തോട് ചേർത്ത് വെച്ച് അങ്ങനെ പൊട്ടിക്കരയാണ്. അവന്റെ അവസ്ഥ കണ്ട് ആ പെങ്കി പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ അവനെ മോട്ടിവേറ്റ് ചെയ്യും. നീയാണ് നല്ലൊരു ക്യാപ്റ്റൻ, നിന്റെ ഉള്ളില് ഒരുപാട് പോസിറ്റിവിറ്റീസ് ഒക്കെ ഉണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവനെ നല്ല രീതിയിൽ അവൾ എൻകറേജ് ചെയ്യും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹനയും ബ്രോയും അവർ രണ്ടുപേരും റുക്കയെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു പ്രസന്റെ മുൻപിലേക്ക് വരും. അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സുകളെ അവർ രണ്ടുപേരും ചേർന്ന് അച്ചറം പൊച്ചറം ഇടിച്ച് മൂലക്കിടും. അതിനുശേഷം അവളെ റുക്കയെ ലോക്ക് ചെയ്തിരുന്ന ആ ഒരു പ്രിസൺ അതങ്ങനെ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരികയാണ്. റുക്കയെ കാണേണ്ട താമസം നമ്മുടെ ബ്രോ അവൻ ഷോക്കാവും. അനയാണെങ്കിൽ റുക്കേന്റെ അടുത്തേക്ക് വന്ന് അവളെ ഹഗ് ചെയ്യും. അതേസമയം ബ്രദർ അവൻ ഫുൾ കലിപ്പില് അവളെ തന്നെ നോക്കി നിൽക്കും. ഹന ബ്രദറിനോട് ചോദിക്കും, എന്തു പറ്റി, നിനക്ക് എന്താ സംഭവിച്ചേ? അതിനവൻ പറയും, ഈ ബാഡ് സോള് ഇവളാണ് എന്റെ ബ്രദറിനെ കൊന്നു കളഞ്ഞത്. ഒരു കാരണവശാലും
ഇവളെ ഞാൻ വെറുതെ വിടില്ല. ഇവളെ രക്ഷിക്കാനാണ് നിങ്ങൾ ഇവിടേക്ക് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം വരില്ലായിരുന്നു. ഹനയാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. അയ്യോ ഇല്ല ഇല്ല, ഒരിക്കലും റുഖ്യ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്കിതിൽ ഒട്ടും വിശ്വാസമില്ല. നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഹനയാണെങ്കിൽ അവനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് കേട്ട നമ്മുടെ റുഖ്യ അവളിപ്പോ അവനോട് പറയും, അതെ ഞാൻ തന്നെയാണ് വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ബ്രദറിനെ കൊന്നത്. അത് കേട്ട് കലി ഇളകുകയാണ് സാക്ഷാൽ ബ്രദറിന്. ബ്രദർ ഗാജു ആണെങ്കിൽ അവളുടെ കോളറിൽ കയറി പിടിച്ചു വലിക്കും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കും. അതിന് റുഖ്യ ആണെങ്കിൽ അവനോട് പറയും, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം. ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. അതിനെന്ത് പണിഷ്മെന്റ് ഏറ്റുവാങ്ങാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവൾ എന്തിനും തയ്യാറായി നിൽക്കും. അതേസമയം ഇപ്പൊ അവിടെ ഭയങ്കരമായിട്ട് ഒരു വലിയ സ്പിരിച്വൽ എനർജി അത് അവർക്ക് ഫീൽ ചെയ്യാണ്. അവരാണെങ്കിൽ ആ സ്പിരിച്വൽ എനർജി അത് പ്രവഹിക്കുന്ന ഭാഗത്തേക്ക് നോക്കും. അവിടേക്ക് നോക്കി അവര് എന്തോ ഒരു കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോ വേറെ കുറെ ക്യാരക്ടേഴ്സിനെ കാണിക്കും. ഈ വെള്ള മുടിയുള്ള ആള്, ഇദ്ദേഹത്തിന്റെ പേര് യുക്കി ടെക്കി എന്നാണ്. ഇദ്ദേഹവും ഒരു ക്യാപ്റ്റനാണ്. ഉടനെ കുറച്ച് സോൾ റീപ്പേഴ്സ് ആളുടെ അടുത്തേക്ക് വന്ന് ക്യാപ്റ്റൻ ഐസോ അദ്ദേഹം മരിച്ച കാര്യം ആളോട് പറയും. ആൾക്കാണെങ്കിൽ അത് വലിയൊരു ഷോക്ക്. അതേസമയം ഇവിടെ നമ്മുടെ ഹനയും റുഖ്യയും ബ്രോയും അവര് കണ്ടത് മറ്റാരെയും അല്ല, ബാഹ്യ കൊച്ചിക്കയാണ്. ഹനയാണെങ്കിൽ ഇപ്പൊ ബ്രദറിനോട് പറയും, നീ എങ്ങനെയെങ്കിലും റുഖ്യ ഇവിടുന്ന് രക്ഷിച്ചേ പറ്റൂ. ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവള് പുറത്തേക്ക് വരും. അതിന് ബ്രദർ ഗാച്ചു അവൻ പുറത്തേക്ക് വന്ന് ഹനയെ പിടിച്ചു വലിച്ച് ആ പ്രസിഡന്റ് അകത്തേക്കിടും. എന്നെ കൊണ്ട് പറ്റില്ല, അവളുടെ കാര്യം അത് നീ നോക്കിയാൽ മതി, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കാന്ന് പറഞ്ഞ് നമ്മുടെ ബ്രദർ അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. ബ്രദർ ആണെങ്കിൽ ഇപ്പൊ അവന്റെ നിരക്ക് തിരിഞ്ഞ്, നീ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിക്കോളൂ വാഹിയ കുച്ചിക്കി എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ റെഡിയായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.